സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل وسلم وبارك عليه وعلى آله ചൊല്ലി 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 പിന്നെ ചൊല്ലി പിന്നെ ചൊല്ലി പിന്നെയും ചൊല്ലി അങ്ങനെ ചൊല്ലണം. ഒക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ എന്ത് ചെയ്യണം? ചൊല്ലണം. വേറെന്താ നമുക്ക് പരിപാടി? അങ്ങനെയാണ് നമ്മളെ കുട്ടികള്. സുബൈക്ക് തുടങ്ങിയ ഇതാണ്, കുത്തി കഴിഞ്ഞാൽ കേൾക്കും, ഒരു പാട്ട് കേൾക്കും, പിന്നെ ഒരു പാട്ട് കൂടി കേൾക്കും, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പാട്ട് കേൾക്കും, എന്നിട്ടോ പിന്നെ ഒരു പാട്ട്. അങ്ങനല്ലേ? ഒരു സിനിമ ഉണ്ട, പൊന്നാര മണ്ണ് നിർത്തല, ഒന്നുകൂടി കാണും, പിന്നെ ഒന്നുകൂടി കണ്ടിട്ട് പിന്നെ ഒന്നുകൂടി കണ്ടിട്ട് പിന്നെ ഒന്നുകൂടി കാണും. എന്താ ഇവിടെ നടക്കുന്നത്? ഏത് ദിവസമാണ് സീരിയൽ തുറക്കാത്തത്? അത് ഓപ്പൺ ആക്കിയിട്ട് എന്നാ കാണാത്തത്? 30 കൊല്ലം കണ്ടില്ലേ, നിർത്ത്. ഇതുകൂടിയാണ് കാണട്ടെ. ഈ കണ്ട കാലം വരെ വൃത്തികെട്ടത് ചെയ്തില്ലേ, ഒന്ന് നിർത്തി വെച്ചൂടെ? അത് കുട്ടികൾ മുല കുടിക്കുന്നത് പോലെ. എത്ര നിർത്താൻ പറഞ്ഞാലും കുട്ടി നിർത്തൂല. ഒരു ദിവസം പിടിച്ചു മാറ്റി നിർത്തണം. അന്ന് കുട്ടി കരയും, കരയട്ടെ, അത് സഹിക്കണം ഉമ്മ. അല്ലെങ്കിൽ 12, 15, 25 വയസ്സിലും മുലകുടി നിർത്താത്ത അവസ്ഥ വരും. കുട്ടി നിർത്തുന്നെന്ന് കരയാത്ത ഏതെങ്കിലും എല്ലാവരും ഉമ്മനെ വിളിച്ചു ചോദിച്ചാൽ മതി, ഉമ്മ ഞാൻ നിർത്തിയെന്ന് കരഞ്ഞ പറയണ്ട, കരഞ്ഞ് മനുഷ്യൻ ഇടങ്ങറായി പോയി. ഉപ്പ പറഞ്ഞ അത് നോക്കണ്ടെന്ന്, വല്ലി അവിടെ നിർത്തട്ടെ. അതാ ഈ ശവപ്പെട്ടി വലിച്ചെറിയുമ്പോ കുട്ടികൾ കരയും. കരഞ്ഞോട്ടെ, എന്താ ബേജാറ്? കടലിൽ ചാടാൻ കുട്ടി ആഗ്രഹിച്ചാൽ ഉപ്പ കൈവിട്ട് കൊടുക്കുവോ? ചെറിയ മക്കള് കടപ്പുറം കാണാൻ പോയ ഉപ്പ എനിക്ക് കടലിൽ ചാടണം. ആ കുട്ടികളൊക്കെ ചാടുന്ന കണ്ടില്ലേ? പോണ്ട, എനിക്ക് പോണം, പോണ്ടെന്നാ പറഞ്ഞു. അപ്പൊ വാപ്പാക്കൊരു സ്നേഹവും ചില കുട്ടിയോട്. എന്താണ് അതിന്റെ കാരണം? കുട്ടി പോയാൽ നശിക്കും, ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് വാപ്പ വിടൂല. കുട്ടി എത്ര കരഞ്ഞാലും കയ്യും കാലും കെട്ടിടും. പെരുന്നാളിന് കുട്ടിയുടെ കയ്യും കാലും കെട്ടിട്ടിക്കുക. ആളുകളൊക്കെ വന്ന് പറഞ്ഞു, ഈ ചെറിയ കുട്ടിന്റെ കയ്യും കാലും കെട്ടിട്ട് അതാണ്ട് അയച്ചു വിട്ടൂടെ? വിടില്ല. ഉപ്പയായ ഞാനത് ചെയ്യില്ല. ഞാൻ അക്കാല് തുറന്നു വിട്ടാൽ, അവന്റെ ചങ്ങല ഞാൻ ഒഴിച്ചുവിട്ടാൽ, അവനതിൽ ചാടി നശിക്കുമ്പോ കരയാൻ നീ ഉണ്ടാകില്ല. എന്റെ മകനെ കെട്ടിയിടേണ്ട സമയത്ത് കെട്ടിയിടും, പിടിച്ചു വെക്കേണ്ട സമയത്ത് പിടിച്ചു വെക്കും, റൂമിലിട്ട് അടക്കണമെങ്കിൽ അടക്കും. കരയണത് ഞാൻ കണ്ടോളാ, കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഞാൻ കരയുന്നത് കാണാൻ എന്റെ കുട്ടി ഇവിടെ ഉണ്ടാകില്ല. കരയലൊന്നും പ്രശ്നമില്ല. ഭൗതിക നേട്ടം നമുക്ക് ബോധ്യപ്പെടണം. കരഞ്ഞാലും കിടക്കണം, ഒരു പ്രശ്നമില്ലല്ലോ. അതേ സമയത്ത് ഞാനൊന്ന് കാണട്ടെ, വേണ്ട, അതൊന്നും ശരിയല്ല, ഞാൻ കാണും. എന്നോട് പറഞ്ഞു വേണ്ട, പെരുന്നാളല്ലപ്പ, നിങ്ങളൊന്നും ഉണ്ടാന്നാണ്. വെറുതെ പെരുന്നാൾക്ക് ആ കുട്ടീനോട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഓ ഇനി ചോറും വയ്ക്കൂല, അവൻ കരയും, എന്തെങ്കിലൊക്കെ ആവട്ടെ. ഓ വേണ്ട. അവന്റെ ആത്മാവ് നശിക്കുന്നതിൽ ടെൻഷനില്ല, അവന്റെ ആത്മീയ ലോകം തകരുന്നതിൽ പ്രശ്നമില്ല. അവന്റെ കൽബിൽ ഏത് പ്രേമം വന്നാലും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെ കുട്ടി നഷ്ടപ്പെടുമ്പോഴാ ആലോചിക്കുന്നത്. നമുക്കൊക്കെ തിരിയാനാണ് അള്ളാഹു ആഖിറം വെച്ചത്, അല്ലെങ്കിൽ എന്ത് ജീവിതം? ആഖിറമില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്താ? അവിടെ എത്തുമ്പോഴല്ലേ ഇതൊക്കെ തിരിച്ചറിയുകയുള്ളൂ. ആ സ്നേഹത്തിന്റെ അടിമകൾ അന്ന് പ്രയാസപ്പെടും. ഈ സ്നേഹം ആരൊക്കെ ഹൃദയത്തിലുണ്ടോ, അവരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചാരെ അന്ന് ഒരുമിച്ച് കൂടും. അള്ളാഹു കൂട്ടിത്തരട്ടെ, നമ്മെ അള്ളാഹു അതിൽ ചേർത്തി തരട്ടെ. എല്ലാവരും വളരെ ആവേശത്തിൽ ചൊല്ലുക, ചൊല്ലിക്കുക. നമ്മളും ചൊല്ലി, നമ്മളെ മക്കളും ചൊല്ലി, കുടുംബവും ചൊല്ലി, എല്ലാവരും ഇതിലങ്ങ് ലയിക്കുക. ഇൻഷാ അല്ലാഹ് ഈ സംരംഭം ഇതൊരു തുടക്കമാണെങ്കിൽ നമ്മളുടെ മരണം വരെ കേൾക്കുന്നവരൊക്കെ